ഷാലൂസ് മിസ്റ്റിൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി ചേച്ചി. ഇത് നമുക്ക് ഇക്സോറയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവരെ വരാത്ത ഒരു കളറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാട്ടോ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ചെടികളുടെ റേറ്റും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒത്തിരി ചെടികൾ ഞാൻ കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചേക്കുക ഓരോ ചെടികളുടെ റേറ്റ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയിൽ കിട്ടില്ലല്ലോ, ബ്ലാങ്ക് ആയി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് നമ്മൾ പറയാതെ പോണേ. പിന്നെ കാറ്റലോഗിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും നോക്കാനായിട്ട് എന്നോട് ചോദിക്കാതെ തന്നെ എല്ലാത്തിൻ്റെ റേറ്റ് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റേറ്റ് പറയാതെ. അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളോട് കമൻറ്റ് പറയാറുണ്ട് ഒന്ന് റേറ്റും കൂടെ പറയണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചെടികളേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റും കൂടെ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ്. ഫിലോ ചോക്ലേറ്റ് ഇംപ്രസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെ ഒരു പ്ലാന്റ് നമ്മൾ 2 ആഴ്ച മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ അന്ന് ചെയ്തത് ഒരു കോംബോ ആയിട്ടാണ് ചെയ്തിരുന്നത്. ഫിലോ ചോക്ലേറ്റ് ഇംപ്രസും ഒരു പെയിൻറ്റഡ് ലേഡിയും പിന്നെ മെൽനോനി ഓറഞ്ച് അല്ലെങ്കിൽ സൺറെഡ് അങ്ങനെയുള്ള ഒരു പ്ലാന്റ്. 3 പ്ലാന്റുകളാണ് കോംബോയിൽ ഉണ്ടായിരിക്കുക. ഒന്നില്ലെങ്കിൽ മെൽനോനി ഓറഞ്ച് അല്ലെങ്കിൽ സൺറെഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 3 പ്ലാന്റുകൾ വെച്ചിട്ട് കോംബോ 750 ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 ആഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് ഇല്ലാഞ്ഞ കാരണം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അത് സ്റ്റോക്ക് ഔട്ട് ആയേക്കുമായിരുന്നു. ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്ന കാരണം ആ കോംബോ ഉണ്ട്. അത് കാറ്റലോഗിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. 750 കോംബോയാണ് 3 വെറൈറ്റി ഫിലോഡോണ്ടൻ പ്ലാന്റ്സുകൾ കേട്ടോ. അപ്പോൾ അതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടാതെ ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ സിംഗിളായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. നല്ല വലിയ പ്ലാന്റ് ആണ്. ഇങ്ങനെ 300 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അടിപൊളി പ്ലാന്റാണ്. നല്ല വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റാണ്. പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ അധികം വരാറില്ല. നേരത്തെയൊക്കെ നല്ല മാർക്കറ്റിൽ നല്ല വില ഉണ്ടായിരുന്ന പ്ലാന്റ് ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. ഇത് ഫിലോ ഡ്രാഗൺ സ്റ്റൈൽ എന്ന് പറയും. അതുമല്ലാതെ എപ്പിപ്രേമിയം പിന്നാറ്റം എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇല വരുന്നത്. ഇത് നിങ്ങൾ ഫോട്ടോയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ഇലയാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ നല്ല ഭംഗിയാണ് വരുന്നത്. ഫുൾ പോട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഫുൾ പോട്ട്. കുറച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ എന്താ പറയുക, പൊക്കത്തിലൊക്കെ കുറച്ച് വ്യത്യാസം ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നല്ലൊരു പ്ലാന്റ് ഞാൻ എടുത്ത് കാണിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടാണ് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിന് സ്റ്റിക്കൊക്കെ കൊടുത്ത് നമ്മളുടെ ഏത് വെറൈറ്റികളാണ് നമ്മൾ സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല വലിയ ഇലകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പ് ഇതാണ്. ഇങ്ങനെ അതാ പറഞ്ഞത്. എല്ലാത്തിലും ഫെനസ്ട്രേഷൻ ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഫെനസ്ട്രേഷൻ ഉള്ളതാണ് ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം എല്ലാത്തിലും ഇത്രയും ഇങ്ങനെ ഒരു കീറൽ എല്ലാത്തിലും വന്നിട്ടില്ല കേട്ടോ. ചിലതിലൊക്കെ അങ്ങനെ വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ലീഫിലേക്കൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നല്ല കട്ടിയുള്ള ഇലയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ് വരുന്നത്. മിക്കതും തന്നെ 2 എണ്ണമൊക്കെ ആയിരിക്കും കേട്ടോ. ചിലതിൽ ഒരെണ്ണം ആയിരിക്കും. മിക്കതും 2 എണ്ണം കാണുന്നുണ്ട്. ഞാൻ 2 എണ്ണത്തിൽ അങ്ങനെ ഒരെണ്ണം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ. ഇങ്ങനെ അടിപൊളി പ്ലാന്റ്. പിന്നെ സിസി, നമ്മൾ സാധാരണ സിസി അത് ഫുൾ പോട്ട് വന്നിട്ടുണ്ട്. ഇത് 170 റുപ്പീസാണ് വരുന്നത്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഒക്കെയുള്ള പ്ലാന്റ്. ഇങ്ങനെ ഏകദേശം ഈ ഒരു സൈസിലൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ പച്ചീറ പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിന് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇത് വരുന്നത്. ഇങ്ങനെ പിന്നിയിട്ട മാതിരിയുള്ള സ്റ്റെമ്മും ഒക്കെ ആയിട്ട് ഇത് 3 പ്ലാന്റുകൾ ഒരുമിച്ച് വളർത്തി അതിങ്ങനെ എന്താ പറയുക ടൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ടൈ ചെയ്ത ഒരു റോപ്പൊക്കെ ഇങ്ങനെ കാണാനും പറ്റുള്ളൂ കേട്ടോ. അതായിരുന്നു വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ പലപ്പോഴും ഒക്കെ ഇതിൻ്റെ വിശദീകരണമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 850 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്കറിയാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾക്ക് കുറച്ച് ഇതുള്ള ഇത് നമ്മൾ പോട്ട് സൈഡായിരിക്കും കേട്ടോ വിടുന്നത്. ഇതിപ്പോൾ കനം കുറഞ്ഞ ഒരു പോട്ട് മിക്സിലൊക്കെ ആക്കിയാണ് വന്നേക്കുന്നത്. പിന്നെ അലക്കേഷ്യ ഡ്രാഗൺ സ്കെയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ പോട്ട് കൂടുതൽ ഷൂട്ടുകളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവരാറുള്ളതാണ്. ഇപ്പം ഈ സീസണിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെ നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചൊക്കെ നടാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. സെയിൽ ചെയ്യണവർക്കൊക്കെ ഇത് 250 ആണ് റേറ്റ് വരുന്നത്. ഫിലാഡൻഡോൺ മൂൺഷൈൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ ചിലതിലൊക്കെ 2 എണ്ണമൊക്കെ ആയിട്ട് പ്ലാന്റുകളൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതിൽ ഒരെണ്ണേ ഉള്ളൂ. 250 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് കാണിക്കുന്നത്. ബാക്കിയൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതൊക്കെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് പോത്തോസ് വെറൈറ്റികളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ കാറ്റലോഗിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമ്മളുടെ ഇക്സോറ പ്ലാന്റ് ആണ്. ഇക്സോറ യെല്ലോ നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ
യെല്ലോയും റെഡൊക്കെ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതിപ്പോൾ ഇതാ ഫുൾ പോട്ട് വരുന്നത്. ഇത് ഫുൾ പോട്ടിന് വരുന്നത് 300 ആണ് കേട്ടോ. 300 പ്ലസ് കൊറിയറാണ് വരുന്നത്. 300 ഇത് കേട്ടോ. മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്. മണ്ണിലാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. ഒരു പോട്ടിൽ 3 എണ്ണം വീതമായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് 3 പോട്ടിലേക്ക് മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഞാൻ നേരിപ്പം പറയാറുണ്ടല്ലോ, ചെറിയൊരു നെറ്റ് പോട്ട് ഉണ്ടാവും. അത് സഹിതമായിരിക്കും നമ്മൾ വിടുന്നത്. അതിൻ്റെ പുറത്തേക്കൊക്കെ വേരുകൾ വന്നിട്ടുണ്ടാവും. അത് വലിച്ച് പറിച്ച് ആ നെറ്റ് പോട്ട് കളയാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ നട്ടോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ നിറച്ചും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ റെഡ് കൊണ്ടുവരാറുണ്ട്. അതിപ്പം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല റെഡ്. ഇതാ ഇങ്ങനെ ഈ റെഡ് അതും ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതും ഇതിൽ 2 എണ്ണമാണ് കേട്ടോ ഒരു പോട്ടിൽ വരുന്നത്. ഇതാ ഇങ്ങനെ ഫുൾ പോട്ടാണ്, പക്ഷെ കൂടുതൽ സ്റ്റെമ്മുകളൊക്കെ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഇതും 300 തന്നെയാണ് റേറ്റ് വരുന്നത്. എല്ലാം 300 തന്നെയാണ് കേട്ടോ. എല്ലാ കളറിനും 300. പിന്നെ മിക്സ് ചെയ്തും നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്തും 2 കളർ മിക്സ് ചെയ്തും വന്നിട്ടുണ്ട്. അതും 300 തന്നെയാണ്. എല്ലാത്തിനും 300 പെർ പോട്ടിന് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നമ്മൾ ഇതുവരെയും കൊണ്ടുവരാത്തൊരു കളറ്, 5ാമത്തെ കളറ്. അതായത് നമ്മൾ റെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട്, റോസ് കൊണ്ടുവന്നിട്ടുണ്ട്, വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ വരുന്നതാണ് ഒരു ഓറഞ്ച്. ഇതാ ഇങ്ങനെ. നിങ്ങൾക്ക് ഫോട്ടോയിൽ കറക്റ്റ് കളർ മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊരു യെല്ലോയും ഓറഞ്ചും കൂടെ ചേർന്നിട്ടൊരു എന്താ പറയുക, അങ്ങനെ ഒരു കളറാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഇതിപ്പോൾ റെഡ് വരുന്നത് ഇതാ ഈ ഒരു കളർ. റെഡ് നമ്മൾ എപ്പോഴും ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളത് കാരണം ഇത് കണ്ടോ, ഈ ഒരു കളറാണ് വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് വന്നപ്പോൾ മുട്ടുകളായിരുന്നു, അപ്പോൾ ഇപ്പോൾ എല്ലാം വിരിഞ്ഞ് ഇപ്പോൾ നല്ല ഭംഗിയാണ്. ഇതാ ബാക്കിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾക്ക് റെഡ് കുറവാണ്, നമ്മൾ ആദ്യം കാണിച്ച റെഡ് കുറവാണ്. ബാക്കി ഇത് ഈ 2 എണ്ണമാണ് കേട്ടോ കൂടുതലുള്ളത്. ഇതാ ഇങ്ങനെയാണ് ഫുൾ പോട്ട് വരുന്നത്. ഇങ്ങനെ നല്ല രസമാണ് കാണാനേ. കണ്ടോ, ഇതിങ്ങനെ നല്ല വെയിറ്റും കൂടെയാണ്. ഇതാ ഇങ്ങനെ ഞാൻ എടുത്ത് കാണിക്കണോ? എന്താ ഇതാ ഇവിടെയും വെച്ചേക്കുന്നത് കേട്ടോ. അതാ ഏകദേശം സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണേ. നമ്മൾ കൂടുതൽ പ്ലാന്റുകൾ വരുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വെക്കാം. ഇതാ ഇങ്ങനെ ഇത് കണ്ടോ. ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഒരെണ്ണം പോട്ടിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ചോദിക്കാറുണ്ട്, ഒന്ന് പോട്ടിൽ നിന്ന് എടുത്ത് കാണിക്കുമോ, വേറെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് ഞാനൊന്ന് എടുത്ത് കാണിക്കാമേ. അതാ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കണ്ടോ, നിറയെ വേരുകളായിട്ട് നിറച്ച് മണ്ണ് തന്നെയാണ്. അപ്പം നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ടായിരിക്കും വിടുക. ഇത് കണ്ടോ, ഇതാണ് പോട്ട് എന്ന് പറയുന്നത്, ഒരു നെറ്റ് പോട്ട് വരുന്നത്. ഇത് എല്ലാ സൈഡിലും അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നില്ല. 3 പോട്ടുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ മണ്ണ് മാക്സിമം കളഞ്ഞിട്ടായിരിക്കും വിടുക. ഒരു ക്ഷീണവും സംഭവിക്കില്ല കേട്ടോ. എനിക്കിത് 100% ഉറപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എനിക്ക് നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് മണ്ണൊക്കെ മാറ്റിയിട്ട് അത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ മമ്മിയുടെ ചേച്ചിക്കൊരു പെട്ടെന്നൊരു ലിവർ സിറോസിസ് ആണ്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടത്. ഇത് ഒരു പ്രശ്നമില്ല. അതിപ്പോഴും പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറപ്പ്, ഇത് വിട്ട് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് നല്ല സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും. ഈ മണ്ണ് മാറ്റിയാലും ഒരു പ്രശ്നം വരില്ല കേട്ടോ. അത് ഇങ്ങനെ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ടൊക്കെ നല്ല സേഫായിട്ടായിരിക്കും വിടുക. ഇതായിരിക്കും പോട്ട് വരുന്നത്. ഇനി യെല്ലോയും കൂടെ എടുത്ത് കാണിക്കട്ടെ. കുറച്ച് പേർക്കെങ്കിലും സംശയമുണ്ട്, നമ്മൾ സെയിൽ ചെയ്യുന്നതിന് വേരുകളൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നല്ല റൂട്ടഡ് പ്ലാന്റുകളാണ്. അതാ അടിപൊളിയായിട്ട് നല്ലോണം വേരുകളൊക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ് കണ്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ നെറ്റ് പോട്ട്. അപ്പോൾ നമുക്കത് മാറ്റാനും മണ്ണ് മാറ്റാനൊക്കെ സൗകര്യമാണ്. ഇതിൻ്റെ നെറ്റ് പോട്ടൊന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് വരുന്നത് നെറ്റ് പോട്ട് വരുന്നത്. ഇവിടെയും ഒരു പോട്ട് വരും. കണ്ടോ, ഇങ്ങനെയാണ് പോട്ടുകൾ വരുന്നത്. അങ്ങനെ 3 പോട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 3 പോട്ടിലേക്ക് മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഒറ്റ പോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണെങ്കിൽ അങ്ങനെ നടാം. ഇതിപ്പോൾ വരുന്നത് ഇതിപ്പോൾ ഒരു 6 ഇഞ്ച് പോട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് നെക്സ്റ്റ് സൈസുള്ള പോട്ടിലേക്ക് ഒരു 8 ഇഞ്ച് വരെയൊക്കെയുള്ള പോട്ടിലേക്ക് നിങ്ങൾക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ. മണ്ണിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ ഔട്ട്ഡോറിൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റുകൾ മിക്കതും തന്നെ മണ്ണിലാണ് വരുന്നത്. അപ്പോൾ മണ്ണിൽ തന്നെ നടാൻ ശ്രമിക്കുക കേട്ടോ. മണ്ണിൽ നിലത്തുനിന്നല്ല, നിങ്ങൾക്ക് ചട്ടിയിൽ വലിയ ചട്ടിയിലാക്കാം, അല്ലെങ്കിൽ നിലത്ത് നടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാക്കാം. ചട്ടിയിൽ തന്നെ നടന്നതായിരിക്കും നല്ലത്. എന്താ പറഞ്ഞേ? ഇതൊക്കെയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെയാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. 300 ആണ് കേട്ടോ വരുന്നത്, 300 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് രണ്ടും മിക്സ് ചെയ്ത കളറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു എടുത്ത് വെക്കാൻ വിട്ടുപോയി. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്, അതായത് ഒരു ബോട്ടിൽ തന്നെ യെല്ലോയും ഈ ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തും വരുന്നുണ്ട്. റെഡ് കുറവാണ്, റെഡ് ഇല്ല കേട്ടോ അങ്ങനെ കൊടുക്കാനായിട്ട്. അത് നമുക്ക് സ്റ്റോക്ക് അധികം വന്നിട്ടില്ല, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ.
റെഡ് മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. റെഡ് മിക്സ് ചെയ്ത് റെഡും യെല്ലോയും കൂടെ അല്ലെങ്കിൽ ഇതും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം പറഞ്ഞോ, ഏത് കളറുകളൊക്കെയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.